എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ഫ്രോയിഡ് എന്ന വ്യക്തിയൊന്നും അറിയുന്ന ആളല്ല. ഇപ്പോൾ ഫ്രോയിഡ് ആരാന്ന് ചോദിക്കും. നമ്മുടെ സെക്സിനെ പറ്റി വളരെയധികം പുസ്തകങ്ങളും എഴുതി വളരെയധികം പഠനങ്ങൾ നടത്തിയ ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇത് എത്ര പേർക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്? ഈ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വച്ചേക്കണ മുഴുവൻ സെക്സിനെ പറ്റിയുള്ള നോളജുള്ള ആളുകളല്ല നമ്മുടെ കേരളത്തിലുള്ളവർ. സൈക്കോളജി പഠിച്ചവർ മാത്രമേ സിഗ്മണ്ട് ഫ്രോയിഡ് ആരാണെന്ന് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവുള്ളൂ. ചൈൽഡ് സൈക്കോളജി, അഡോളസെൻ്റ് സൈക്കോളജി, ഹ്യൂമൻ സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സൈക്കോളജി ഉണ്ട്. ഇതിൽ അഡോളസെൻ്റ് സൈക്കോളജിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ സെക്സിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഏതാണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള അഗാധമായ അറിവൊന്നും ആർക്കും ഇല്ല. അത് ഓരോ പ്രായത്തിലും ഓരോ മനുഷ്യന് തോന്നും. അത് തെറ്റാണെന്നല്ല പറയുന്നത്, അത് ഇല്ലെങ്കിലാണ് പ്രശ്നം. ഒരു നോർമൽ പേഴ്സണ് തീർച്ചയായിട്ടും അവൻ്റെ ലൈഫ് സ്പാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ പ്രണയമൊക്കെ തോന്നും. അത് എപ്പോഴാണെന്നാണ് നിർവചിക്കാനാവാത്തത്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സ് എവിടെ ഇരിക്കുന്നത് പോലും പറയാനൊരു പ്ലേസ് ഇല്ല. അപ്പം ഈ മനസ്സെന്ന് പറയുന്നതിനെ ഉപമിച്ചേക്കുന്ന ഏത് പുസ്തകമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ നിർവചിക്കുന്നത് തന്നെ കടലിനോടാണ്. എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും തിരമാല അടിക്കാം, ശാന്തമാകാം, സുനാമി വരെ വരാവുന്ന ഒരു കാര്യമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ മാനസിക രോഗികളെയൊക്കെ ആളുകൾ ഭയക്കുന്നത്. കാരണം എപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആ കൺട്രോൾ ചെയ്യുന്ന മനസ്സെന്ന് പറഞ്ഞ സാധനം ഒരു ചില്ലറ സാധനമല്ല. അതെവിടെ ഇരിക്കുന്നത് പോലെ ഇപ്പം ദൈവം എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല, ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണത്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഏതെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ ഇപ്പോൾ മലയാളത്തിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വായിച്ചിട്ട് മലയാളികളായ നിങ്ങളൊക്കെ അഭിപ്രായം പറയും. അവൻ തൊട്ടപ്പോൾ അത് പ്രണയമാണോ, എന്ത് തരം റിലേഷൻഷിപ്പാണ്, പുതിയ ഏതെങ്കിലും തരം റിലേഷൻഷിപ്പ് പൊട്ടിമുളച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, കാമം, സ്നേഹം, പിന്നെന്തിട്ടാണ്, ഇതിനെയൊക്കെ ഓരോന്നും വ്യത്യസ്തമാണോ, ഇതിന് എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന നിറങ്ങൾക്കനുസരിച്ചാണ്. അത് ചുമപ്പ് കൊടുത്താൽ ചുമപ്പാവും, അതായത് ഭീകരമാവും, അല്ലെങ്കിൽ അത് കൊള്ളില്ലാത്തത്. ഇനി പച്ച കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആരും അറിയാതെ ചെയ്യുന്നതൊക്കെ പച്ച കൊടുക്കാം. പുറമേ ആളുകളെ കാണിച്ച് ചെയ്യുന്നതാണല്ലോ റെഡ് മാർക്ക്. നമ്മുടെ സമൂഹത്തിൽ അതാ, ആളുകളെ കാണിച്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾ കുറേ ആളുകൾ എതിർക്കുകയും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് പറയും. ഇപ്പോൾ ചുംബന സമരമൊക്കെ അതല്ലേ, ആളുകൾ കാണിച്ച് ചെയ്തപ്പോൾ. ഇത് കാണിക്കാതെ ഇവർ ചെയ്യുന്നവരെയൊക്കെ എന്ത് പറയും? അവരെയൊക്കെ ഒന്നും പറയാനില്ലേ? അവരെയൊക്കെ ഒന്നും പറയാനില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ 1, 2, 3 ഭാര്യമാരെയൊക്കെ ഒരാളെ പറ്റിച്ച് മറ്റൊരാൾക്ക് 2 മക്കളായി കഴിയുമ്പോൾ വേറെ ആൾക്ക് ചിന്ന വീട് അതൊക്കെ നടത്തുന്നതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിനൊന്നും അതൊക്കെ ആണുങ്ങളും ആവുമ്പോൾ ഇത്തിരി വില്ലത്തരം ആവാം അല്ലേ. ഞാനൊരു ഫെമിനിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, ഞാനൊരു MEd പഠിച്ച ആളാണ്. ഞാൻ കുറച്ച് സൈക്കോളജി ഞാൻ പഠിച്ചു. അതിൽ ഞങ്ങൾക്ക് BEdന് സിലബസിലില്ലെങ്കിൽ പോലും ഞങ്ങളുടെ പ്രിൻസിപ്പാൾ തീസിസ് എഴുതിയത് സെക്സിനെ കുറിച്ച്, സെക്സ് അതായത് കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു ആ ഒരു ഇതായിരുന്നു. സാർ അതിനെപ്പറ്റി 4-5 മണിക്കൂർ ക്ലാസ് എടുത്തു. അപ്പോൾ മനസ്സിലായി നമ്മൾ എന്ന് പറയുന്ന സാധനം കോമൺ സാധനമാണ്. അതായത് വിശപ്പ്, ദാഹം, ഇതൊക്കെ പോലെയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. അത് ഓരോ വയസ്സിലും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കുട്ടികളാവുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല, കൗമാരമാവുമ്പോൾ പതിയെ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. ഇനി അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ അയാളാണ് അബ്നോർമൽ. എന്ന് വെച്ചാൽ നോർമൽ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ കടന്നിട്ടേ പോകുകയുള്ളൂ ജീവിതത്തിൽ. ഇനി യൗവനമാകുമ്പോൾ
എന്താ യൗവനത്തിൽ എല്ലാവരെയും വിവാഹം കഴിപ്പിച്ചയക്കണ, ഇതൊക്കെ ചെയ്യുന്ന ബാലവിവാഹമൊക്കെ നിരോധിച്ച് എന്തിനാ? ചെറുപ്പത്തിൽ വിവാഹം കഴിപ്പിച്ചയക്കായിരുന്നില്ലേ? ഈ യൗവനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതിന് ശരീര ആവശ്യം വന്നു തുടങ്ങുന്നത്. അതായത് ഹോർമോൺസൊക്കെ റെഗുലേഷൻ നടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ശരീരം ആവശ്യപ്പെട്ടു തുടങ്ങി. പ്രത്യേകിച്ച് പുറമേയുള്ള ഉപാധികളിൽ നിന്ന് ഇതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങിയ ആളുകൾക്ക് ഇപ്പം നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലായി ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, സിനിമകളിലുണ്ട്. ഇതിലൊക്കെ കൂടെ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി ഇതൊക്കെ. അപ്പോൾ അട്രാക്ഷനും ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതെന്താണ് ഏതാണെന്ന് അറിഞ്ഞാലേ ഈ പ്രോഗ്രാം നടത്താൻ പറ്റുള്ളൂ എന്നാണെങ്കിൽ പ്രോഗ്രാമിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണം. ഏതൊരു പ്രോഗ്രാമിനാണെങ്കിലും അതിൻ്റെ പരാതികൾ സമർപ്പിക്കാനും ഇതിനൊക്കെ കാര്യങ്ങളുണ്ട്. അതാണോ നിർത്തേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ നിയമാവലിയിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതിൽ എഴുതി ചേർക്കുകയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ 4-5 സീസൺ കഴിഞ്ഞിട്ടും കുറേ വ്യക്തികൾ പോയവർ അവരെ തേജോവധം ചെയ്ത് അവരെ ഇല്ലാണ്ടാക്കി അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണോ നമുക്ക് വേണ്ടത്? പ്രോഗ്രാം വേണ്ടെന്നല്ല, അതിൽ നിയമാവലിയിലോ അതിൽ ചില കാര്യങ്ങളിലോ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മികച്ചതാക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് ഇതാണ് ആവശ്യമെങ്കിൽ കേരളീയർക്ക് വേണ്ട പ്രോഗ്രാം ആക്കി മാറ്റുക. അതല്ലാതെ ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കണം, ഇനി അങ്ങനെ കാണിക്കാൻ പാടില്ലെന്ന് പറയാനായിട്ട് യാതൊരു റൈറ്റ്സും ഇല്ല. ഇനി റൈറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് പിടിച്ചു നിർത്താനുള്ള മെത്തേഡുകൾ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ പൂട്ടിയിട്ട് മൃഗങ്ങളെ വളർത്തുന്ന പോലെ മനുഷ്യരെ വളർത്തുന്നുണ്ട് ആരെങ്കിലും? പൂട്ടിയിട്ട് മീൻസ് കമ്പിയഴിയായിട്ട് ജയിലിൽ കിടക്കുന്നുണ്ടാവും. അതല്ലാതെ അങ്ങനെ എത്ര നാൾ വളർത്താൻ പറ്റും? ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് പുറം ലോകമായിട്ട് ബന്ധം വരുന്നില്ല. ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൺജസ്റ്റഡ് അല്ല, പക്ഷേ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രം അവർ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ചിന്തകൾ കൺട്രോൾ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാകുന്നില്ല. നമ്മളുടെ ഇപ്പം ചില സിനിമകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാനിലോ എവിടെയൊക്കെയോ അവർ ജയിലിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭീകരമാണെന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയോ? പ്രത്യേകിച്ച് വൈറ്റ് പെയിൻ്റ് അടിച്ച ചെറിയൊരു കൺജസ്റ്റഡ് റൂമിൽ വർഷങ്ങളോളം കിടന്നു കഴിഞ്ഞാൽ അയാൾക്ക് നോർമലാകാൻ പറ്റേയില്ല. അയാൾ എപ്പോൾ അബ്നോർമലായി എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ, സൂര്യനെ കാണാതെ, അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യും. നമ്മുടെ കണ്ണിന് കുറച്ച് സെൻസിലൂടെ നമുക്കൊരു സന്തോഷവും ഇതൊക്കെ കിട്ടും. പിന്നെ പ്രകൃതിയുടെ ഒരു ചിലർ അറിയില്ലേ, മഞ്ഞുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് പോകുന്നത് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ സ്കിന്നിലൂടെ, നമ്മൾ കാറ്റിലൂടെയൊക്കെ നമ്മൾ ഇതാവും. പക്ഷേ പിടിച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മെമ്മറി പിന്നെ ദിവസങ്ങൾ കഴിയും തോറും പിന്നെ എങ്ങനെയാ അത് അഗ്നിപർവ്വതം പോലെ ആയിരിക്കും അത് പൊട്ടിത്തെറിക്കുന്നത്. അതാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറേ പേര് ഓരോരുത്തരെ ഔട്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്താക്കാൻ വേണ്ടിയും കൂടി ആവുമ്പോഴോ കൂട്ടടിയാകും. അടി ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. ഇവിടെ ഓരോ വാക്കും വളച്ചൊടിച്ച് പുറമേ നിൽക്കുന്നവർ എന്ത് സന്തോഷമാണ് കണ്ടെത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുറത്തിറക്കുന്നവർക്ക് അവിടെ വെച്ച് ജീവിതം അവസാനിക്കുന്നില്ല. മനസ്സിലായോ? ഒരാളുടെ ശരാശരി ആയുസ് 60 ആണെങ്കിലും അയാൾ എപ്പം മരിക്കണമെന്ന് വിചാരിക്കുന്നത് ദൈവമാണ്. ഈ 60 വയസ്സ് ആയവരല്ലല്ലോ അവിടെ നിൽക്കുന്നവർ, പല ഏജിലുള്ളവരാണ്. ഈ ചെറിയ വിവാഹം കഴിക്കാത്തവരും കഴിച്ചവരും തന്നെ തിരിച്ചിറങ്ങിയ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവർക്കൊരു നല്ല പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ ഒരു ഗെയിമിൽ പോയതുകൊണ്ട് അവർ കരിവാരി തേച്ചിട്ട് ഇറങ്ങിപ്പോരണം. അല്ലെങ്കിൽ നിങ്ങളൊക്കെ തേച്ച് വെച്ച കരികളൊക്കെ വന്നിട്ട് കപ്പ് ഉയർത്തി കാണിക്കുമ്പോൾ തനിയെ അങ്ങ് മാറും. ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല.
ഓരോരോ ക്യാപ്ഷൻ വായിക്കുമ്പോൾ ആ ഫാദറും മദറും എന്താ പറയുക അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു?